നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സീബ്ര ക്രോസിംഗിൽ യാത്രക്കാർക്ക് യാതൊരു പരിഗണനയും ഇല്ല. സീബ്ര ലൈനിൽ കൂടി നടക്കുന്നവരെ പരിഗണിച്ചില്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് അടക്കം നടപടി സ്വീകരിക്കുമെന്ന് കോടതി. ഇനി സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ അതിവേഗതയിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് പേരാമ്പ്ര ജോയിന്റ് RTO പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എല്ലാ RTO സബ് RTOസിൻ്റെ പരിധിയിലും പെഡസ്ട്രിയൻ ക്രോസിംഗായിട്ടുള്ള ചെക്കിങ് നടന്നു വരുന്നുണ്ട്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാൽനട യാത്രക്കാരെ സുരക്ഷിതരാക്കുക, അവർ പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കുക എന്നുള്ള രൂപത്തിൽ ബോധവൽക്കരണം നടത്താനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ 2 ആഴ്ചയോളമായപ്പോൾ എല്ലാ ഓഫീസുകളിലും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബോധവൽക്കരണം വേണ്ട, കർശനമായ നടപടി സ്വീകരിക്കാനാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ RTO സബ് RTO ഓഫീസുകളിലും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് വേണ്ട പരിഗണന നൽകിയിട്ടാണോ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നുള്ളത് പരിശോധിക്കുന്നു. അതേപോലെ തന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് കുറ്റകരമായിട്ട് കാണുന്നുണ്ട്. അതിനും പിഴ ചുമത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കർശനമായിട്ടുള്ള ചെക്കിംഗ് നടത്താൻ തന്നെയാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം. അത് അടുത്ത ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും. കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾ വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാർക്ക് പരിഗണന നൽകുന്ന ഡ്രൈവിംഗ് സംസ്കാരം കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്നും ലൈസൻസിനായുള്ള റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിക്കണം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നവരെ വാഹനത്തിന്റെ വേഗത കൂട്ടിയും ഹോൺ മുഴക്കിയും പേടിപ്പിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പേരാമ്പ്ര പട്ടണത്തിലെ പല സ്ഥലത്തും സീബ്ര ലൈൻ മാഞ്ഞു പോയതിനാൽ യാത്രക്കാരുടെയോ ഡ്രൈവർമാരുടെയോ ശ്രദ്ധയിൽപ്പെടാത്തതും അപകടത്തിന് കാരണമാവുന്നതായി പട്ടണത്തിലെ ഷോപ്പ് ജീവനക്കാരി പറഞ്ഞു. ഞാൻ ഇവിടെ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് ഡിയാഗോഡിൽ. ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ കാണുന്നതാണ് സീബ്ര ലൈനിൻ്റെ മുകളിലൂടെ ആക്സിഡൻ്റ് ആണ്. ഞാൻ തന്നെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ആൾക്കാരുടെ കൂടെ. പിന്നെ കഴിഞ്ഞ ഒരു പ്രായമുള്ള പെണ്ണുങ്ങളെ ഞാൻ കൈപിടിച്ച് അപ്പുറമാക്കി കൊടുത്താണ്. കാരണം ഒറ്റ വണ്ടി ഇവിടെ നിർത്തുന്നില്ല. ഈ ലൈന് മാഞ്ഞു പോയിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. മാഞ്ഞുപോയ സീബ്ര ലൈൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ വരയ്ക്കണമെന്നും കാൽനട യാത്രക്കാരുടെ ജീവന് സംരക്ഷണം ലഭിക്കുകയും വേണം. നിയമവും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് ഏറ്റവും വലിയ ഉത്തരവാദപ്പെട്ട അധികാരികൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക് ലൈൻ വരയ്ക്കുന്ന സമയത്ത്, ഈ സീബ്ര ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് നടന്നു പോകുന്ന ആൾക്കാർ അത് തെളിഞ്ഞ് കാണണം. കാരണം തെളിഞ്ഞ് കണ്ടിട്ടില്ലെങ്കിൽ എവിടെയാണോ സീബ്ര ലൈൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സീബ്ര ലൈൻ ഉണ്ട്, പക്ഷേ അത് അവിടെ ഒരു അവിടെ ഒരു തെളിഞ്ഞ് കിടക്കാണ്ട് ഒരു വര മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് സമയത്തിൻ്റെ കാലത്തിന് ശേഷം പറഞ്ഞതിന് ശേഷം
പേരാമ്പ്ര മുക്കിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുക്കിൽ ഇപ്പോൾ അവിടെ ഇപ്പം പുതുതായിട്ട് ലൈൻ ഇട്ടതിനെ കൊണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു പോകാനുള്ള ഒരവസരം ഇപ്പോൾ അധികാരികൾ ഒരുക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പേരാമ്പ്ര ടൗണിൽ എവിടെയെല്ലാണോ സീബ്ര ലൈൻ ഉള്ളത് ആ സീബ്ര ലൈന് എത്രയും വേണ്ടപ്പെട്ട അധികാരികൾ ബന്ധപ്പെട്ടിട്ട് ആ സീബ്ര ലൈന് ഒന്ന് ക്ലിയറാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ ഈ കടക്കുന്ന സമയത്ത് വണ്ടിക്കാർ ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ടെന്ന് മുന്നോട്ട് പോകുന്നത്. കടക്കാനുള്ള ഒരു അവസരം വണ്ടിക്കാർ തരുന്നില്ല. കാരണം ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇവിടെ അത് ഓടാനുള്ള ലൈനാണെന്നുള്ളതാണ് വണ്ടിക്കാരെല്ലാം മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് സീബ്ര ലൈൻ അതിനൊരു വില കൽപ്പിക്കാണ്ട് നിൽക്കുന്നത്. സീബ്ര ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരുന്ന സമയത്ത് വണ്ടി നിർത്താത്ത പക്ഷം ജനങ്ങൾ അത് ഓടിയാണ് കടക്കുന്നത്. അതും വേണ്ടപ്പെട്ട അധികാരികളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.